ഹായ് ഓൾ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പം നമുക്കിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. അടുത്തിടെ ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വേലയെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദുരിതാശ്വാസ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ അമിസ്റ്റഡ്. അമിസ്റ്റഡ് എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം സൗഹൃദം എന്നാണ്. ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി വീഷ്മാനും ക്യൂബ് 41 മെഡിക്കൽ സംഘവും വെനസ്വേലയിലെത്തി. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബാസ്റ്റർ വിമാനങ്ങളാണ് സഹായം എത്തിച്ചത്. വെനസ്വേലയുടെ തലസ്ഥാനം കാരാക്കാസ് ആണ്. നാണയം വെനസ്വേലിയൻ ബൊളീവറാണ്. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏത്? തമിഴ്നാട്. AI-ക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ് ആണ് ഇത് അവതരിപ്പിച്ചത്. KTCT ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്താണ്. 2024 മറ്റ് പോയിന്റ് എന്ന് പറയുമ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 പ്രകാരം സംസ്ഥാന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇപ്പോൾ നിലവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമാണ്. എല്ലാ വർഷവും ജൂൺ 26 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായാണ് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 1987 ഈ ദിനം പ്രഖ്യാപിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ്. കേരളത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന കർശന നടപടികൾ. ഒന്നാമതുള്ളത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച ഒരു കർശന പരിശോധന പദ്ധതിയാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ലഹരി വിൽപ്പന തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്തതാണ് യോദ്ധാവ്. ലഹരി വിമുക്ത കേരളം ലക്ഷ്യമാക്കി കേരള പോലീസ് നടപ്പിലാക്കുന്ന പ്രധാന ബോധവൽക്കരണ ക്യാമ്പയിനാണിത്. ലഹരി വിൽപ്പനയ്ക്കെതിരെയുള്ള വിവരങ്ങൾ രഹസ്യമായി പോലീസിനെ അറിയിക്കാൻ ഇതിലൂടെ പൊതുജനങ്ങൾക്ക് സാധിക്കും. ഓപ്പറേഷൻ തണ്ടർ. ലഹരി വസ്തുക്കളുടെ കടത്തും ഉപയോഗവും തടയുന്നതിനായി കേരള എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രത്യേക പരിശോധനാ ഓപ്പറേഷനാണിത്. അടുത്ത പറയുന്നതാണ് വിമുക്തി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള കേരള സർക്കാർ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മറ്റ് വകുപ്പുകളോട് ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ബോധവൽക്കരണ മിഷനാണിത്. DANSAF ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നാണ് ഫുൾ ഫോം. ലഹരിമരുന്ന് സംഘങ്ങളെ നിരീക്ഷിക്കാനും പിടികൂടാനുമായി രൂപീകരിച്ചിട്ടുള്ള ഒരു കേരള പോലീസിൻ്റെ പ്രത്യേക രഹസ്യാന്വേഷണ സേനയാണിത്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആര്? വിശ്വനാഥ് സിൻഹ. സംസ്ഥാന ഭരണ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവുമാണ് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തെ മുഴുവൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെയും തലവനായ ഇദ്ദേഹം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്നതും ചീഫ് സെക്രട്ടറിയാണ്. ജൂൺ 30 നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് വിരമിക്കുന്ന ഒഴിവിലാണ് 51ാമത് ചീഫ് സെക്രട്ടറിയായിട്ട് അദ്ദേഹം നിയമിതനാകുന്നത്. ബീഹാർ സ്വദേശിയായ ഇദ്ദേഹം 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭരണപരമായ തലവനാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇവരെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണറാണ്. അടുത്തിടെ പാസ്പോർട്ട്, പൗരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖയല്ല മറിച്ച് യാത്രാരേഖ മാത്രമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര മന്ത്രാലയം ഏത്? വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ചാണ് മന്ത്രാലയം ഈ വിശദീകരണം നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ 2ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി S. ജയശങ്കറാണ്. ലോകത്ത് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഏറ്റവും വലിയ പ്രതിമ അടുത്തിടെ അനുച്ഛാദനം ചെയ്തത് എവിടെ? അർജന്റീന. 2022 അർജന്റീനയുടെ ലോകകപ്പ് വിജയത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മാൻഡൽ കുറ്റാൻ എന്ന കലാകാരനാണ് ഇത് നിർമ്മിച്ചത്. 26 മീറ്റർ ഉയരമുള്ള ഈ ശില്പം 70 ടൺ ഭാരമുള്ളതാണ്. നിലവിൽ ഇത് കൊൽക്കത്തയിലെ പ്രതിമയുടെ റെക്കോർഡാണ് തകർത്തത്. അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് ഐറിസ് ആണ്. നാണയം പെസോ.
ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും മെറ്റീരിയൽസൊക്കെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.